അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിൻ്റെ ഏത് കോണിലേക്കും മണിക്കൂറുകൾക്കുള്ളിൽ എത്തിച്ചേരാൻ കഴിയുന്ന കാലമാണല്ലോ. ഒരാൾ കോഴിക്കോട് നിന്ന് ദുബൈയിലേക്കോ, കൊച്ചിയിൽ നിന്ന് ജിദ്ദയിലേക്കോ, ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കോ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു യാത്രയിൽ നിരവധി നിസ്കാര സമയങ്ങൾ കടന്നു വരാം. അപ്പോൾ ഒരു ചോദ്യം ഉയരും, വിമാനത്തിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് നിസ്കരിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിശ്ചിത സമയങ്ങളിൽ നിർബന്ധമാക്കപ്പെട്ട ആരാധനയാണ് നിസ്കാരം. സൂറത്തുൻ നിസാ 103-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് യാത്രയാണെന്ന പേരിൽ നിസ്കാരം ഉപേക്ഷിക്കാൻ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. ഇവിടെ ഞാൻ ചില കാര്യങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോയിന്റുകളായിട്ട് പറയാം. ഒന്നാമതായി, യാത്രക്കാരന് ലഭിച്ച ഏറ്റവും വലിയ ഇളവാണ് ജംഉം ഖസ്റും. ഷാഫി മദ്ഹബ് പ്രകാരം മിനിമം 132 കിലോമീറ്റർ ദൂരമുള്ള യാത്രയാണെങ്കിൽ 4 റക്അത്ത് നിസ്കാരങ്ങൾ 2 റക്അത്തായി ഖസ്റാക്കി നിസ്കരിക്കാം. ആവശ്യമായ സാഹചര്യങ്ങളിൽ ളുഹറും അസ്റും, മഗ്രിബും ഇശാഉം ജംആക്കാനും അനുവാദമുണ്ട്. അതുകൊണ്ട് വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ നിസ്കാരം ജംആക്കി തീർക്കാൻ സാധിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ കാര്യം, ജംആക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ, ഉദാഹരണത്തിന് യാത്രയുടെ സമയം കാരണം നിസ്കാരം വിമാനത്തിനകത്ത് തന്നെ നിർവഹിക്കേണ്ടി വരും. അപ്പോൾ വലിയ സൗകര്യങ്ങളുള്ള, പൂർണ്ണമായും നിസ്കരിക്കാൻ സാധ്യമാകുന്ന സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിർവഹിക്കണം. കാരണം ഷാഫി മദ്ഹബിൽ ഫർള് നിസ്കാരത്തിൽ നിൽക്കൽ ഒരു റുക്നാണ്. അതുപോലെ ഖിബലയെ അഭിമുഖീകരിക്കൽ മറ്റൊരു പ്രധാനപ്പെട്ട നിബന്ധനയാണ്. റുക്കുവും സുജൂദും കഴിയുന്നത്ര പൂർണ്ണമായി നിർവഹിക്കണം. മൂന്നാമതായി, വിമാനത്തിൽ പൂർണ്ണമായ നിസ്കാരം നിർവഹിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് അഴിക്കാൻ പാടില്ല, ടർബുലൻസ്, സുരക്ഷാ നിർദ്ദേശം, ഖിബലയിലേക്ക് തിരിയാൻ കഴിയുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ സാധ്യമാകുന്ന രൂപത്തിൽ നിസ്കരിക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫത്തഖുല്ലാഹ മസ്തതഅ്തും. നിങ്ങൾ കഴിയുന്നത്ര അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. സൂറത്തു തഗാബുൻ 16-ാമത്തെ ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ അമർതുക്കും ബി അംരിൻ ഫഅ്തു മിൻഹു മസ്തതഅ്തും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൽപ്പിച്ചാൽ നിങ്ങൾക്ക് കഴിയുന്നത്ര അത് നിങ്ങളത് നിർവഹിക്കുക. ബുഖാരി ഇമാമും അതുപോലെ മുസ്ലിം ഇമാമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നാലാമത്തെ കാര്യം, പിന്നീട് ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. ഷാഫി മദ്ഹബിൽ ഇവിടെ വിശദമായ ഒരു ചർച്ചയുണ്ട്. ഫർള് നിസ്കാരത്തിൻ്റെ റുക്നുകളായ നിൽക്കൽ, അതുപോലെ ഖിബല, യഥാർത്ഥ റുക്കൂ, സുജൂദ് എന്നിവ നിർവഹിക്കാൻ കഴിയാതെ വിമാനത്തിൽ ഇരുന്ന് മാത്രം നിസ്കരിച്ചാൽ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം സമയം സംരക്ഷിക്കുന്നതിനായി നിസ്കരിച്ച ആ നിസ്കാരം പിന്നീട് സുരക്ഷിതമായി ഇറങ്ങിയ ശേഷം വീണ്ടും നിസ്കരിക്കണം. അതുകൊണ്ട് തന്നെ സാധിക്കുമെങ്കിൽ വിമാനം ഇറങ്ങിയ ഉടൻ തന്നെ ആ നിസ്കാരം വീണ്ടും നിർവഹിക്കുന്നതാണ് സൂക്ഷ്മത. അഞ്ചാമതായി, വിമാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാനും ഖിബലയിലേക്ക് തിരിയാനും റുക്കുവും സുജൂദും ശരിയായി ചെയ്യാനും സാധിക്കുമെങ്കിൽ അപ്പോൾ ആ നിസ്കാരം വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നിസ്കരിച്ച നിസ്കാരമാണെങ്കിൽ. ആറാമതായി, വളരെ പ്രധാനപ്പെട്ട കാര്യം ശുദ്ധീകരണത്തിൻ്റെ കാര്യമാണ്. അത് തുടക്കത്തിലെ ആവശ്യമുള്ളതാണ്. വിമാനത്തിൽ കയറുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ വുളൂ ചെയ്ത് ശുദ്ധി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ആ നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിന് വേറെ ശുദ്ധി ആവശ്യമില്ല, ആ ശുദ്ധി തന്നെ മതിയല്ലോ. എന്നാൽ വുളൂ ചെയ്യാനുള്ള വെള്ളവും തയമ്മം ചെയ്യാനുള്ള മണ്ണും ഒന്നും ലഭ്യമല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം ഫാഖിദു തുഹൂറിൻ അഥവാ 2 ശുദ്ധീകരണം നടത്താനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള ഒരാൾ എന്ന നിലയ്ക്ക് സമയത്തിൻ്റെ പവിത്രത മാനിക്കാൻ വേണ്ടി അയാൾ ശുദ്ധീകരണമില്ലാതെ നിസ്കരിക്കണം. ആ നിസ്കാരം പിന്നീട് മടക്കി നിസ്കരിക്കുകയും വേണം. പ്രിയമുള്ളവരെ, സാങ്കേതിക വിദ്യ വളരുകയാണ്, വിമാനങ്ങൾ മാറുകയാണ്, യാത്രകൾ വർദ്ധിക്കുകയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന മാറുന്നില്ല. ഒരു മുസ്ലിമിനെ എവിടെയായാലും ആദ്യം ഓർമ്മ വരേണ്ടത് നിസ്കാരമായിരിക്കണം. അതുകൊണ്ട് യാത്ര പോകുമ്പോൾ ടിക്കറ്റ് മാത്രം നോക്കരുത്, നിസ്കാര സമയം നോക്കുക, പാസ്പോർട്ട് മാത്രം കരുതരുത്, വുളൂ എടുക്കാനുള്ള സൗകര്യവും മനസ്സിലാക്കുക. വിമാനം എപ്പോൾ ഇറങ്ങും എന്ന് മാത്രം അന്വേഷിക്കരുത്, അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കാം, അള്ളാഹുവിനുള്ള നിസ്കാരങ്ങൾ എങ്ങനെ നിർവഹിക്കാം എന്നുകൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സാഹചര്യങ്ങളിലും നിസ്കാരം കാത്തു സൂക്ഷിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.